താമസമില്ലാതെ കരയുദ്ധവും തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഗസയിലെ ഫലസ്തീൻ ദേശീയ വിമോചന ചെറുത്തുനിൽപ്പ് യുദ്ധത്തിന് ഒരു പുതിയ അധ്യായത്തിനായിരിക്കും തുടക്കം കുറിക്കാമെന്ന് വ്യക്തമാക്കാം. സമ്മർദ്ദത്തിലാക്കി സെലൻസ്കിയെ കൊണ്ട് അവസാനം ഒത്തുതീർപ്പുണ്ടാക്കിച്ചു. ആ ഒത്തുതീർപ്പിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുപരിയായിട്ട് ഉക്രൈനിൻ്റെ ധാതുക്കൾ അമേരിക്കയ്ക്ക് കച്ചവടം ചെയ്തതിനൊക്കെ കരാർ ഒപ്പിടിപ്പിക്കുകയായിരുന്നു. മുൻപം പ്രശ്നത്തിന് താൽക്കാലികമായിട്ടുള്ളൊരു സമാധാനം ഉണ്ടാക്കാനായിട്ട് ആണ് പിണറായി സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചത്. ആ കമ്മീഷൻ ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. കാരണം കമ്മീഷൻ അധികാര പരിധിയിൽ വരുന്നൊരു കാര്യമല്ല. പരമാവധി വസ്തുതാന്വേഷണമാണ് അതിന് കഴിയുക. ആ വസ്തുതകൾ അന്വേഷിച്ചതിൻ്റെ വെളിച്ചത്തിൽ സർക്കാരിന് ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല. അപ്പോൾ ഒരു തരത്തിൽ താൽക്കാലികമായിട്ട് ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി, പ്രക്ഷോഭത്തിലുള്ള ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സർക്കാർ അങ്ങനെ കമ്മീഷൻ ചെയ്തത്. ആ കമ്മീഷൻ നടപടി ശരിയായില്ല എന്നും പറഞ്ഞ് അതിനെ റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. ഇതൊരു തലമുറയുടെ പ്രശ്നമല്ല. ഈ കഞ്ചാവും കള്ളും ഉൾപ്പെടെയുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം തന്നെ കുറേ കാലങ്ങളായിട്ടുണ്ട്. പുതിയ കാര്യമൊന്നുമല്ല. ഇന്നത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വർധനവിൻ്റെ പിറകിൽ എന്താണ് കാര്യം, എന്തുകൊണ്ടത് വർദ്ധിച്ചു, അതിലേക്കുള്ളൊരു പരിശോധന നടത്തേണ്ടത്. അതൊരു തലമുറയുടെ വിഷയമല്ല, ഒരു സാമൂഹ്യ വിഷയമാണ്. ഭൂമിയിൽ നിന്ന് നിയമപരമായി തന്നെ അവിടെയുള്ള കറുത്തവർഗ്ഗക്കാരെയും മറ്റവരെയും ഒഴിവാക്കിയത്. നിയമപരമായി തന്നെ ഭൂമി വെള്ളക്കാർക്കായിട്ട് പ്രത്യേകമായിട്ട് റിസർവ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് നിയമപരമായിട്ട് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു പുതിയൊരു നിയമം വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത്രയും വർഷമായിട്ട്, അതായത് ഏതാണ്ട് ഒരു 30 വർഷത്തോളമായിട്ട് ഇന്നും മൗലികമായൊരു ഭൂപരിഷ്കരണം അവിടെ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള അധികാര കൈമാറ്റമാണ് അവിടെ നടക്കുന്നത്? നേരും നിറവും പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഫലസ്തീനിൽ സയണിസ്റ്റ് ഭരണകൂടം അതിൻ്റെ യുദ്ധം, നരഹത്യാ യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. 2 ദിവസത്തെ ബോംബാക്രമണത്തുകൊണ്ട് ഗസയിൽ മാത്രം 500-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ ഏതാണ്ട് പകുതി അടുത്ത് കുട്ടികളായിട്ട് വരും പോലും. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആണിത് നടന്നിരിക്കുന്നത്. 1-ാം ഘട്ടം വെടിനിർത്തലിന് ശേഷം 2-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ ചർച്ചകൾ നടക്കേണ്ട സമയമാണിത്. പക്ഷെ ആ ചർച്ചകളിൽ ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉപാധികളാണ് സയണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല 1-ാം ഘട്ടം നീട്ടിക്കൊണ്ട് ആ ഘട്ടത്തിൽ തന്നെ തടവുകാരായി പിടിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലികളെയും അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടവരെയും അവരുടെ തിരിച്ചയക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കിയെടുക്കാനായിട്ടായിരുന്നു സയണിസ്റ്റ് ഭരണകൂടവും അമേരിക്കൻ സാമ്രാജ്യത്വവും ശ്രമിച്ചത്. അത് നടക്കില്ല എന്ന് വന്നു കഴിഞ്ഞ സാഹചര്യത്തിലാണ് പിന്നീട് ആ വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ചകളിൽ നിന്ന് തന്നെ പിന്മാറിക്കൊണ്ട് ഇപ്പോൾ ഈ ബോംബാക്രമണം നടന്നിരിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയും അതിനുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിൽ ആദ്യം എത്തിയിരുന്ന ധാരണകൾ, 1-ാം ഘട്ടം 2-ാം ഘട്ടം 3-ാം ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരണകൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് പിന്മാറാനായിട്ട് സയണിസ്റ്റുകളെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെയും പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ഫലസ്തീനികളെ ഗസയിൽ നിന്ന് നാട് കടത്താനായിട്ടുള്ള പദ്ധതി പൊളിഞ്ഞു തന്നെയാണ്. അയൽപക്കത്തുള്ള അറബ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളിൽ അവ മിക്കവാറും എല്ലാം തന്നെ അമേരിക്കൻ സാമ്രാജ്യത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഭരണകൂടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ നടപ്പാക്കിയെടുക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ അങ്ങനെ ഒരു നാടുകടത്തൽ നടന്നു കഴിഞ്ഞാൽ അത് ആഭ്യന്തരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടി, ആ ആശങ്കയോടുകൂടി അറബ് ഭരണകൂടങ്ങൾ അതിനെ വിസമ്മതിക്കുകയും ഒരു ബദൽ പരിപാടിയൊക്കെയായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു കാരണമായിരുന്നു ഈ പറയുന്ന ബോംബാക്രമണത്തിന്. അങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടാമെന്നുള്ള നിലയ്ക്ക്. മറ്റൊന്ന്, സയണിസ്റ്റ് ഭരണവർഗങ്ങൾക്കിടയിൽ തന്നെ തീവ്രമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളാണ്.
അതിൻ്റെ ഭാഗമായിട്ട് സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗം ഷിൻബെറ്റ് എന്ന് പറയുന്ന സംഘടനയുടെ തലവനെ ആ സ്ഥാനത്ത് നീക്കാനായിട്ട് നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒക്ടോബർ 7 ഹമാസിൻ്റെ കടന്നാക്രമണത്തിൽ ഷിൻബെറ്റിൻ്റെ പരാജയമാണതിന് കാരണമെന്ന് നെതന്യാഹു സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതല്ല തങ്ങൾ നൽകിയ മുന്നറിയിപ്പുകൾ പരിഗണിക്കാതിരുന്നതാണ് കാരണമെന്ന് ഷിൻബെറ്റും വാദിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഷിൻബെറ്റിൻ്റെ തലവനെ പുറത്താക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിനൊരു തീർപ്പുണ്ടാക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ചൊരു അന്വേഷണ കമ്മീഷനും മറ്റൊക്കെ വന്ന് അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ തന്നെ നെതന്യാഹുവിനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, കോടതിയിൽ നെതന്യാഹുവിനെതിരെ നടക്കുന്ന കേസാണ് അഴിമതി ആരോപണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത് ഒതുക്കാനായിട്ട് ജഡ്ജിമാരുടെ നിയമനത്തിലൊക്കെ തന്നെ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമം നടന്നു. അത് പരാജയപ്പെട്ടു. പിന്നെ അഡ്വക്കേറ്റ് ജനറലിനെ തങ്ങൾക്ക് അനുകൂലമായൊരു വ്യക്തിയെ നിയമിക്കാനായി ശ്രമം നടന്നു. അതും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരെ പുറത്താക്കണം. ഇപ്പോൾ നിലവിലുള്ള വ്യക്തിയെ പുറത്താക്കാനായിട്ട് നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഈ വെടിനിർത്തൽ കരാർ നടപ്പാക്കിയതിൻ്റെ പേരിൽ നെതന്യാഹു സർക്കാരിനെ പിന്തുണച്ചിരുന്ന അതിൽ ഭാഗമായിരുന്ന തീവ്ര വലതുപക്ഷ വിഭാഗം ഒരു പാർട്ടി അവർ പിന്തുണ പിൻവലിച്ചു. അപ്പോൾ ആ പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിൽ മാർച്ച് മാസത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് പൊളിയുന്നുള്ള സാഹചര്യം ഉണ്ടായി. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും സർക്കാർ രാജിവെക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആഭ്യന്തരമായിട്ടുള്ള പല സമ്മർദ്ദങ്ങളുമാണ് ഇപ്പോൾ ഈ ബോംബാക്രമണത്തിന് വഴിവെച്ചിരിക്കുന്നത്. ബോംബാക്രമണം തുടങ്ങിയതോടുകൂടി നേരത്തെ സർക്കാരിൽ നിന്ന് രാജിവെച്ച് പോയ വലതുപക്ഷ പാർട്ടി വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് തൽക്കാലം ആ സാഹചര്യത്തിന് മറികടക്കാവുന്ന ഒരു കണക്കൂട്ടലാണ്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ വീണ്ടും ഈ ആക്രമണത്തിന് വഴിവെച്ചിരിക്കുന്നത്. വലിയ താമസമില്ലാതെ കരയുദ്ധവും തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഗസയിലെ ഫലസ്തീൻ ദേശീയ വിമോചന ചെറുത്തുനിൽപ്പ് യുദ്ധത്തിന് ഒരു പുതിയ അധ്യായത്തിനായിരിക്കും തുടക്കം കുറിക്കാമെന്ന് വ്യക്തമാക്കാം. ഈ ആക്രമണം ഇസ്രായേലിൻ്റെ അകത്തുള്ള എതിർപ്പിനെയും ഒരുമാതിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിൽ 10,000-കണക്കിന് ആൾക്കാരാണ് ഇസ്രായേലിൻ്റെ പല നഗരങ്ങളിലും സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നെതന്യാഹു സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. ട്രംപ് ഭരണം ഈ ബോംബാക്രമണത്തിനെ പിന്തുണച്ചിരിക്കുമ്പോൾ യൂറോപ്യൻ ഭരണാധികാരികൾ ആശങ്കയുണ്ടാക്കുന്നൊരു പ്രവൃത്തിയാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ യുദ്ധകാലത്ത് ഗസയിൽ നടന്നിരുന്ന യുദ്ധകാലത്ത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ എതിരെ സയനിസ്റ്റ് പട്ടാളം നടത്തിയിരിക്കുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ വിശദമായൊരു പഠന റിപ്പോർട്ടാണ്. സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, അതുപോലെ തന്നെ അവരുടെ കൃത്രിമ ഗർഭോദ്ധാരണത്തിനുള്ള സംവിധാനങ്ങൾ, പിന്നെ ഈ പറയുന്ന ലൈംഗിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ സൂക്ഷിച്ചു വച്ചിരുന്ന എംബ്രിയോകൾ, സീമൻ, ഇങ്ങനെയെല്ലാം തന്നെ അവർ വളരെ ആസൂത്രിതമായ രീതിയിൽ തന്നെ നശിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ വംശഹത്യയുടെ നരഹത്യയുടെ ഒരു തെളിവ് കൂടിയാണ് ഇതെല്ലാം നൽകിയിരിക്കുന്നത്. അത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ വർദ്ധിക്കും. ട്രംപിൻ്റെ ഭരണവും എന്തു തന്നെ പറഞ്ഞാലും ശരി, അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ ജനങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ പാലസ്തീനെ പിന്തുണയുമായിട്ട് മുന്നോട്ട് വരും. അതിനെ ഭയപ്പെടുത്തി പിന്തള്ളാനായിട്ട് നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ ഇപ്പോൾ സർവകലാശാലയിലൊക്കെ തന്നെ കടുത്ത അടിച്ചമർത്തൽ നടപ്പാക്കിയിട്ടുണ്ട്. ഫലസ്തീൻ പ്രതിഷേധ പ്രകടനങ്ങൾ പങ്കെടുത്തതിൻ്റെ പേരിൽ, അതിന് ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ ചിലരെ നാട് കടത്തിയിട്ടുണ്ട്. അതിന് പേര് ക്രിമിനൽ കേസുകൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള പല അടിച്ചമർത്തൽ നടപടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ പ്രകടനങ്ങളും എതിർപ്പും ശക്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഭരണത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ, സ്വേച്ഛാധിപത്യപരമായ നീക്കങ്ങൾക്കെതിരെയുള്ള എതിർപ്പും അതും ഒക്കെ കൂടിച്ചേരാനുള്ള സാധ്യതയുമുണ്ട്. അതിന് വരും ദിവസങ്ങളിലാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുക. ഇതോടൊപ്പം തന്നെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമാണ് യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ. അവിടെ സെലൻസ്കിയെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ വെച്ച് അഭിമാനിച്ച് പറഞ്ഞയച്ച കാര്യം നമ്മൾ ലോകം മുഴുവൻ കണ്ടതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ തലവന് നൽകേണ്ട യാതൊരു വിധത്തിലുള്ള ബഹുമതിയും ബഹുമാനവും ഇല്ലാതെ
തങ്ങളുടെ ഒരു ചോറ്റുപട്ടാളക്കാരനോട് എങ്ങനെയാണോ പെരുമാറുക ആ രീതിയിൽ മാത്രമാണ് ട്രംപും ട്രംപിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള വാൻസും ഒക്കെ പെരുമാറിയതെന്നല്ല അതും വളരെ ലൈവായിട്ട് തന്നെ ടി വിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാണത് ചെയ്തതെന്ന് വ്യക്തം. സമ്മർദ്ദത്തിലാക്കി സെലൻസ്കിയെ കൊണ്ട് അവസാനം ഒത്തുതീർപ്പുണ്ടാക്കിച്ചു. ആ ഒത്തുതീർപ്പിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനാൽ ഉപരിയായിട്ട് ഉക്രൈനിൻ്റെ ധാതുക്കൾ അമേരിക്കയ്ക്ക് കച്ചവടം ചെയ്തതിനൊക്കെ കരാർ ഒപ്പിടിപ്പിക്കുകയായിരുന്നു. ആ കരാറിനെക്കുറിച്ചാണ് ആവർത്തിച്ച് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും ആ കരാറിൻ്റെ കാര്യം ധാരണയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭാഗികമായ ഒരു 30 ദിവസത്തെ വെടിനിർത്തലിന് സെലൻസ്കിയെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയും ചെയ്തു. അതിനുവേണ്ടി സ്വീകരിച്ച രീതികൾ എന്താണെന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ നിർത്തിവെച്ചു, ധനസഹായം നിർത്തിവെച്ചു, സർവോപരി അവർക്ക് നൽകിക്കൊണ്ടിരുന്ന രഹസ്യ വിവരങ്ങൾ, റഷ്യൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചും മറ്റൊക്കെ നൽകിക്കൊണ്ടിരുന്ന വിവരങ്ങൾ നിർത്തിവെച്ചു. അത് വന്നതോടുകൂടി ഉക്രൈൻ പട്ടാളത്തിൻ്റെ ചലനക്ഷമതയെ അത് വല്ലാതെ ബാധിക്കുകയും ചെയ്തു. കാരണം അവിടെ നിന്ന് കിട്ടിയ വെടിക്കോപ്പുകളും മറ്റും വെച്ചിട്ടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ സംഭവത്തിലൂടെ സെലൻസ്കിയെ അപമാനിച്ച് പറഞ്ഞു വിട്ടതും അവസാനം നിർബന്ധിച്ചിട്ട് ഈ വെടിനിർത്തൽ കരാർ ഒപ്പിടിപ്പിച്ചൊക്കെ നോക്കുമ്പോൾ അതിലൂടെ പ്രകടമാകുന്നൊരു കാര്യം, ആ യുദ്ധമെന്ന് പറയുന്നത് കൃത്യമായിട്ടും അമേരിക്കൻ സാമ്രാജ്യത്വവും മറ്റ് പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളും ഒരു വശത്തും റഷ്യൻ സാമ്രാജ്യത്വം മറുവശത്തുമായിട്ട് നടത്തിക്കൊണ്ടിരുന്നൊരു യുദ്ധമായിരുന്നു അതെന്നും അതിൽ ഉക്രൈൻ ഒരു പാവ മാത്രമായിരുന്നു, ഒരു ഉപകരണം മാത്രമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. പിന്നീട് വന്ന ബൈഡൻ ഭരണത്തിൻ്റെ തെറ്റായ നയങ്ങൾ മൂലമാണ് ഇങ്ങനൊരു യുദ്ധമുണ്ടായത് എന്ന് പറയുമ്പോൾ ഉക്രൈനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനു മുമ്പ് തന്നെ പലരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണത്. അതിനെ സ്ഥിരീകരിക്കുകയാണ് ട്രംപിൻ്റെ ഇത്തരം നടപടികളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാർ ഇപ്പോൾ തൽക്കാലം റഷ്യ ഭാഗികമായിട്ട് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആ ധാരണ വരുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ളൊരു ചർച്ചയിലൂടെയല്ല, അല്ലെങ്കിൽ അതിൽ അമേരിക്ക മധ്യസ്ഥം വഹിച്ചിട്ടുള്ള ചർച്ചയിലൂടെയല്ല, നേരെ മറിച്ച് അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചയിലൂടെയാണ്, പുടിനും ട്രംപും തമ്മിൽ നേരിട്ടുള്ള സംഭാഷണത്തിലൂടെയാണ്. വീണ്ടും യുദ്ധം ആര് തമ്മിലാണെന്നും യുദ്ധത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതും കൃത്യമായിട്ട് തെളിയുന്നൊരു കാര്യമാണ്. അമേരിക്ക എപ്പോഴാണോ യുദ്ധം നിർത്താൻ തീരുമാനിക്കുന്നത് അപ്പോൾ യുദ്ധം നിൽക്കുകയാണ്. ഈ പറഞ്ഞ പക്ഷത്ത് നിന്ന്, യുക്രൈൻ പക്ഷത്ത് നിന്ന്, അതിനപ്പുറം അതിന് പോകാൻ കഴിയില്ല. അപ്പോൾ യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികൾ, പാശ്ചാത്യ യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികൾ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചകടിയൊക്കെ ഉണ്ട്. പട്ടാളത്തിന് ഞങ്ങൾ അയക്കും, സൈനിക സഹായം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് അത് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം തന്നെ ആയിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇത് വാസ്തവത്തിൽ ഈ ഒരു വശത്ത് യുക്രൈനെ മാത്രമല്ല, അതോടൊപ്പം തന്നെ യൂറോപ്പിനെ പോലും, യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികളെ പോലും മേശയിൽ ഇരുത്താതെ പുടിനും ട്രംപും തമ്മിൽ ധാരണയിലെത്തുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ ഒരു സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, ശാക്തിക ബന്ധങ്ങളിൽ വന്നിരിക്കുന്നൊരു മാറ്റത്തെയാണത് എടുത്തു കാണിക്കുന്നത്. ഇത് വെറും ട്രംപിൻ്റെ പ്രശ്നമല്ല, പലരും ആ രീതിയിൽ അങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ട്രംപിൻ്റെ സ്വഭാവ വിശേഷങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ആളുടെ ചില ക്രിക്കൻ രീതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിനെ കാണുന്നുണ്ട്. അറിയപ്പെടുന്ന പല സാർവദേശീയ വിഷയങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വ്യക്തികൾ പോലും ആ രീതിയിൽ വിഷയത്തെ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതങ്ങനെയല്ല പ്രശ്നം. കൃത്യമായിട്ടും സാമ്രാജ്യത്വ ശക്തികൾ നമ്മളുടെ ശാക്തിക ബന്ധങ്ങളിൽ വന്നിരിക്കുന്നൊരു പുനർവിന്യായത്തിൻ്റെ, അത് വന്നുകൊണ്ടിരിക്കുന്നൊരു പുനഃസംവിധാനത്തിൻ്റെ വിഷയമാണത് എടുത്ത് കാണിക്കുന്നത്. അത് വാസ്തവത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാം ലോകയുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ അമേരിക്കയും അന്നത്തെ സോവിയറ്റ് റഷ്യയും പിന്നെ ബ്രിട്ടനും, ഈ 3 ശക്തികളും കൂടി ചേർന്ന് നടത്തിയൊരു സമ്മേളനത്തെയാണ്. പോട്സ്ഡാം സമ്മേളനം എന്നാണ് അത് അറിയപ്പെടുക. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള ശാക്തിക ബന്ധങ്ങളെ നീണ്ട കാലത്തേക്ക് നിർണ്ണയിച്ചത് ആ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ധാരണകളായിരുന്നു. അതിൽ ബ്രിട്ടൻ ഒന്ന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ നിർണായകമായിട്ട് അവിടെ ധാരണയിലെത്തിയത് ഈ പറയുന്ന അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും തമ്മിലായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വേറെയും ഒരു സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു, ഈ 3 ശക്തികളും ചേർന്നിട്ട്. അവിടെയും കൃത്യമായിട്ട് അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള ധാരണയാണ് നിർണായകമായിരുന്നത്.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്? ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമായിട്ടും ഒരു എതിരാളിയായിട്ട് കാണുന്നത്, നിയന്ത്രിക്കേണ്ട തടയേണ്ട ഒരു എതിരാളിയായിട്ട് അത് കാണുന്നത് ചൈനയാണ്, റഷ്യയല്ല. അപ്പോൾ ആ നിലയ്ക്ക് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ റഷ്യയെ സമാധാനിപ്പിച്ച് അവരായിട്ട് സൗഹാർദ്ദം സ്ഥാപിച്ച് ശത്രുത ഇല്ലാതാക്കിക്കൊണ്ട് ശക്തിയെ മുഴുവൻ ചൈനയ്ക്കെതിരെ തിരിക്കുക എന്നുള്ളത് അത് ഉടനടി തന്നെ ആ രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് റഷ്യയും ചൈനയും പങ്കാളികളാക്കിക്കൊണ്ട് അമേരിക്കയും ഈ മൂന്ന് ശക്തികളും കൂടി ചേർന്നുകൊണ്ട് ഒരു പുതിയ ധാരണയിൽ എത്തിച്ചേരാനായിട്ടുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്ന അവസ്ഥയല്ല അതിനുള്ളത്. സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും അത് അത്ര പ്രബലമായൊരു സ്ഥാനത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു മത്സരത്തിന്, സാമ്രാജ്യത്വ മത്സരത്തിന് ശക്തി സംഭരിക്കേണ്ട ഒരു ആവശ്യം അതിനുണ്ട്. ആ ശക്തി സംഭരണത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് ഇങ്ങനെ ചില ധാരണകൾ എത്തിച്ചേരാനുള്ള നല്ല സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതിനുള്ള തുടക്കമായിരിക്കാം ഈ പുടിൻ ട്രംപ് സംഭാഷണവും ആ ദിശയിലുള്ള നീക്കങ്ങൾ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെലൻസ്കിയെ വെറും ഒരു കറിവേപ്പില പോലെയാണ് എടുത്ത് മാറ്റിയത്. അയാളുടെ ആവശ്യം കഴിഞ്ഞിരിക്കണം, അയാൾ നിന്നെ കൊണ്ടൊരു കാര്യവും നടക്കില്ല, നിനക്കതിൻ്റെ ഒരു ശക്തിയും ഇല്ല, അതുകൊണ്ട് നീ ആദ്യം അടിച്ചിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, മിണ്ടാതിരി, ഞങ്ങൾ പറഞ്ഞ എന്താ വെച്ചാൽ കേട്ട് നടപ്പാക്കിയാൽ മതി എന്നുള്ള പച്ചയായ രീതിയിലായിരുന്നു ട്രംപ് സെലൻസ്കിയോട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് മൂന്നാം ലോക രാജ്യത്തിലെ ഭരണാധികാരികൾ പതിവായിട്ട് സാമ്രാജ്യത്വ ശക്തികൾ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെ അതിവിശ്വസ്തരായിരുന്നു. ഇപ്പോൾ സദ്ദാം ഹുസൈൻ്റെ കാര്യം നമുക്കറിയാം, അതുപോലെ തന്നെ പനാമയിലെ നൊറീഗയുടെ കാര്യം അറിയാം. ഇങ്ങനെയുള്ള ധാരാളം വിശ്വസ്തരായിട്ടുള്ള അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ വിശ്വസ്തരായി പ്രവർത്തിച്ചിരുന്ന പല വ്യക്തികളെയും ഭരണാധികാരികളെയും അവരെ കൊണ്ടുള്ള കാര്യം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തൂക്കി മാറ്റിയിട്ട് അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും പ്രശ്നം തീർത്തിട്ട് അവരുടെ താല്പര്യപ്രകാരം കാര്യങ്ങൾ നടത്തിയത് ധാരാളം അനുഭവങ്ങളുണ്ട്. പക്ഷേ സെലൻസ്കി ഒരു മൂന്നാം ലോക രാജ്യത്തിലെ ഭരണാധികാരി അല്ല, ഒരു യൂറോപ്യൻ രാജ്യത്തിലെ ഭരണാധികാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം അവരുടെ കൂട്ടത്തിലൊരു വ്യക്തിയാണ് ഇതുമാതിരി ഒരു കാര്യമില്ലാതെ തള്ളി മാറിക്കണം. മാത്രമല്ല അവർക്ക് പോലും ഒരിടം കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ സംഭാഷണം നടക്കുന്നതിന് മുമ്പ് ഫ്രാൻസിൻ്റെ മക്രോണും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ സ്റ്റാമറും ട്രംപിനെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നൊരു മാറ്റം ഉണ്ടായില്ല സമീപനത്തിൽ, ട്രംപ് ഭരണത്തിൻ്റെ സമീപനത്തിന് മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് യൂറോപ്പിൻ്റെ ലോക രംഗത്ത് യൂറോപ്പിൻ്റെ സ്ഥാനം എന്ത് എന്നുള്ള വിഷയം തന്നെ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള വേർതിരിവുകളെയാണ് അതിലെടുത്ത് കാണിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാവോസത്തുങ് ലോകരംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നയതന്ത്ര രംഗത്തുള്ള ഒരു കാഴ്ചപ്പാട് ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തെ മൂന്നായി വിഭജിക്കാമെന്ന് പറയുകയുണ്ടായി. അന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം, സോവിയറ്റ് സോഷ്യൽ സാമ്രാജ്യത്വം വരുന്ന ഒന്നാം ലോകം, യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികളെല്ലാം കൂടി ഉൾപ്പെടുന്ന രണ്ടാം ലോകം, ചൈന ഉൾപ്പെടെയുള്ള പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന മർദ്ദിത രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന മൂന്നാം ലോകം നൽകി. നയതന്ത്രപരമായൊരു വേർതിരിവായിരുന്നു. ലോക സാഹചര്യങ്ങൾ, ശാക്തിക ബന്ധങ്ങളുള്ള വേർതിരിവുകളാണ് അത് എടുത്ത് കാണിച്ചത്. മാത്രമല്ല ഈ രണ്ടാം ലോകവും ഒന്നാം ലോകവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ കൂടി അത് കണക്കിലെടുക്കുന്നുണ്ടായിരുന്നു. ആ വേർതിരിവിൻ്റെ ഒരു പ്രസക്തി അതേപടി അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പ്രസക്തിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായിട്ടും യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികൾ ഒരു കാലത്ത് ലോകം വാഴ്ന്നിരുന്ന ശക്തികളൊക്കെ ആയിരുന്നെങ്കിലും ഇന്ന് അതല്ല അവരുടെ ഒരവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടെയും ബലത്തിലാണ് അവർക്ക് നിൽക്കാൻ കഴിയുന്നത്. ആ പിൻബലം പിൻവലിക്കുന്നതോടുകൂടി, അതിനൊരു വിലയും കൽപ്പിക്കാതെ ആകുന്നതോടുകൂടി അത് പൊളിയാണ്. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം അമേരിക്കയും അതുപോലെ തന്നെ പശ്ചിമ യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള സഖ്യമായിരുന്നു ഈ അവരുടെ സാമ്രാജ്യത്വ ചേരിയുടെ അടിത്തൂണ്. ആ അടിത്തൂണിലാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക ശാക്തിക ബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇത് ഇന്ത്യൻ ഭരണാധികാരികൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതിൻ്റെ പുതിയ സാധ്യതകളുണ്ട്, വൈരുദ്ധ്യങ്ങളുമുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ വിദേശ നയത്തിലും പല തലത്തിലും അത് പ്രതിഫലിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. മുനമ്പം പ്രശ്നം വീണ്ടും കത്തി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ വിധിക്ക് ശേഷം. മുനമ്പം പ്രശ്നത്തിന് താൽക്കാലികമായിട്ടുള്ളൊരു സമാധാനം ഉണ്ടാക്കാനായിട്ട് ആണ് പിണറായി സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചത്.
ആ കമ്മീഷൻ ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. കാരണം കമ്മീഷൻ അധികാര പരിധിയിൽ വരുന്നൊരു കാര്യമല്ല. പരമാവധി വസ്തുതാന്വേഷണമാണ് അതിന് കഴിയുക. ആ വസ്തുതകൾ അന്വേഷിച്ചതിൻ്റെ വെളിച്ചത്തിൽ സർക്കാരിന് ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല. അപ്പോൾ ഒരു തരത്തിൽ താൽക്കാലികമായിട്ട് ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി, പ്രക്ഷോഭത്തിലുള്ള ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സർക്കാർ അങ്ങനെ കമ്മീഷൻ ചെയ്തത്. ആ കമ്മീഷൻ നടപടി ശരിയായില്ല എന്നും പറഞ്ഞ് അതിനെ റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. അപ്പോൾ ഈ ഹൈക്കോടതി വിധി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ആ വിധി വന്നതിന് ശേഷം 1995 വഖഫ് നിയമം നിലനിൽക്കുവോളം അവിടെയുള്ള ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഹൈക്കോടതി വിധി എന്നും പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അത് സവർണ ഈ പറയുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ മാത്രമല്ല, മറുവശത്ത് ക്രിസ്ത്യൻ സഭാധികാരികളിലെ ചില വിഭാഗങ്ങളും അത്തരത്തിൽ പ്രചരണത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ദീപികയിൽ ആ രീതിയിൽ തന്നെ ഒരു മുഖപ്രസംഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോടതി വിധിയിലും അത്തരത്തിലൊരു ധാരണ സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വഖഫ് നിയമത്തിൻ്റെ ചില വകുപ്പുകൾ വച്ചിട്ട് ഇങ്ങനെയൊരു കാര്യം തീരുമാനിക്കാൻ അവർക്ക് മാത്രമേ അധികാരമുള്ളൂ, സർക്കാരിന് അതിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഈ വിധിയിൽ പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷേ വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തിന് പരിശോധിക്കുന്ന ട്രിബ്യൂണലാണ്. ട്രിബ്യൂണലിൻ്റെ തീരുമാനങ്ങളെ പരിശോധിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. വഖഫ് നിയമത്തിലെ 83-ാം വകുപ്പിൽ ഉപവകുപ്പ് 9 അത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതായത് ട്രിബ്യൂണൽ തീർപ്പിനെ പരിശോധിക്കാനും വേണ്ടി വന്നാൽ മാറ്റാനും സ്വന്തം നിലയ്ക്കോ അല്ലെങ്കിൽ പരാതിക്കാരനായ ഏതെങ്കിലും വ്യക്തിയുടെ ആവശ്യപ്രകാരമോ അതുമല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ തന്നെ ആവശ്യപ്രകാരമോ ഹൈക്കോടതിക്ക് അധികാരമുണ്ട് എന്നാണ് 83-ാം വകുപ്പിൽ ഉപവകുപ്പ് 9 വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇപ്പോഴത്തെ പുതിയ ഹൈക്കോടതി വിധിയിൽ ഈ വിഷയം ട്രൈബ്യൂണലിൽ പരിശോധനാ വിഷയമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തീർപ്പിലേക്ക് അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നത് ശരിയല്ല. അങ്ങനെ ഒരു കമ്മീഷൻ, പ്രത്യേകിച്ച് ഒരു ജഡ്ജി ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജി നയിക്കുന്ന ഒരു കമ്മീഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ, എത്തിച്ചേരുന്ന തീർപ്പുകൾ ട്രൈബ്യൂണലിലെ പരിശോധനയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അനുചിതമാണ് എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാം. പക്ഷേ ആ ട്രൈബ്യൂണലിൻ്റെ വിധി വന്നതിന് ശേഷം അത് പരിശോധിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട് എന്നീ നിയമത്തിലുണ്ട് എന്നുള്ള കാര്യം കൂടി വിധിയിൽ വ്യക്തമാക്കേണ്ടതായിരുന്നു. അതങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഇപ്പോൾ ഈ നിലനിൽക്കുന്ന വിധിയുടെ ചില കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു തെറ്റിദ്ധാരണ പരത്താനായിട്ടുള്ള തീവ്രമായ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിൽ പരിശോധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന, നിയമമാക്കി മാറ്റാനായിട്ട് വന്നിരിക്കുന്ന വഖഫിൻ്റെ ഭേദഗതി ബില്ല് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഈ പ്രചരണം ഉപയോഗിക്കുകയാണ്. വാസ്തവത്തിൽ വസ്തുതാ വിരുദ്ധമാണത്. ഇതിനു മുമ്പ് ഇവിടെ ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം ഇറക്കിയൊരു ലഘുലേഖയുണ്ട്, മുനമ്പം ഭൂപ്രശ്നം നേരിടുന്നതാണ് എന്നുള്ളത്. അതിൽ വളരെ വ്യക്തമായിട്ടും ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. കേരളത്തിലിപ്പോൾ ഒരുമാതിരി എല്ലാ ദിവസവും സജീവ ചർച്ചാ വിഷയമായിരിക്കുന്നത്, പത്രങ്ങളിൽ പേജുകൾ തന്നെ കവർന്നെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ് മയക്കുമരുന്നിൻ്റെ വിഷയം. എല്ലാ ദിവസവും ഇത്ര കിലോ പിടിച്ചു, അത്ര കിലോ പിടിച്ചു, MDA പിടിച്ചു, പിന്നെ കൃത്രിമ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ, അതെങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള വിവരണങ്ങൾ, അങ്ങനെ പോകുന്നു. ഇതിൽ 2 കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഒന്ന്, ഇതിൻ്റെ മറവിൽ യുവജനങ്ങളെ മുദ്ര കുത്തുന്ന രീതി. ഈ തലമുറ ഇങ്ങനെയാണ്, ഈ തലമുറയുടെ പ്രശ്നങ്ങളാണത്, ഈ തലമുറയുടെ സ്വഭാവമാണത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ TV മാധ്യമ ചർച്ചകളൊക്കെ തന്നെ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് തീർത്തും അനീതിയാണ്. കാരണം ഇതൊരു തലമുറയുടെ പ്രശ്നമല്ല. ഈ കഞ്ചാവും കള്ളും ഉൾപ്പെടെയുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം തന്നെ കുറേ കാലങ്ങളായിട്ടുണ്ട്, പുതിയ കാര്യമൊന്നുമല്ല. ഇന്നത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വർധനവിൻ്റെ പിറകിൽ എന്താണ് കാര്യം, എന്തുകൊണ്ടത് വർദ്ധിച്ചു, അതിലേക്കുള്ളൊരു പരിശോധനയാണ് എത്തേണ്ടത്. അതൊരു തലമുറയുടെ വിഷയമല്ല, ഒരു സാമൂഹ്യ വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ വിദേശത്ത് അല്ലെങ്കിൽ സ്വദേശത്തുള്ള നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള ചില ലോബികളുടെ ബോധപൂർവമായ താല്പര്യപ്രകാരമാണ് നടക്കുന്നതെന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ആയിരിക്കാം, അതൊരു പുതിയ കാര്യമല്ല, ഇതിനു മുമ്പ് നമുക്ക് കണ്ടതാണ്. ഉദാഹരണത്തിന് 1970-80 കാലഘട്ടത്തിൽ അമേരിക്കയിൽ
കറുത്തവരുടെ ചേരികളിൽ, കറുത്തവർ തിങ്ങിപ്പാർക്കുന്ന ചേരികളിൽ മയക്കുമരുന്നിൻ്റെ, പ്രത്യേകിച്ചും കൃത്രിമമായിട്ടുള്ള ഈ കൊക്കൈൻ ഉൾപ്പെടെയുള്ള, ഹീറോയിൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ പ്രചരണം തീവ്രമായി വർദ്ധിപ്പിക്കാനായിട്ട്, വ്യാപിപ്പിക്കാനായിട്ട് വളരെ ബോധപൂർവമായൊരു ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടും അമേരിക്കൻ ചാരസംഘടനകളായിട്ടുള്ള FBI-യുടെയും CIA-യുടെയും അതുപോലെ തന്നെ DRI പോലുള്ള സംഘടനകളുടെയും പങ്കായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. കാരണം അതിന് തൊട്ട് മുമ്പാണ് ബ്ലാക്ക് പാന്തേഴ്സിൻ്റെ ശക്തമായ നേതൃത്വത്തിൽ കറുത്തവരുടെ വലിയൊരു മുന്നേറ്റമുണ്ടായി. അമേരിക്കയെ ശരിക്കും പിടിച്ചു കുലുക്കിയൊരു മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റം അതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ തന്നെ വലിയൊരു ഉണർവിന് അത് വഴിവെച്ചു. അതിലൂടെ തന്നെയാണ് അമേരിക്കയിലെ പല മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ ഉയർന്നു വരികയും ചെയ്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിനെ മറികടക്കാനായിട്ട് വളരെ ബോധപൂർവം തന്നെയാണ് അവർ ആ മയക്കുമരുന്ന് കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ അതിന് ബോധപൂർവം തന്നെ ഭരണകൂടത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടി തന്നെ നടത്തിയത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു നൊറീഗയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. പനാമയിലെ ഭരണാധികാരിയായിരുന്ന ഒരാൾ. അപ്പോൾ നൊറീഗയുടെ ഭരണകാലത്ത് അമേരിക്കൻ സൈന്യത്തിൻ്റെ എയർഫോഴ്സിൻ്റെ വിമാനങ്ങളിലാണ് അവിടെ നിന്ന് കൊക്കൈൻ കയറ്റി അമേരിക്കയിൽ കൊണ്ടുവന്നിരുന്നത്. ഇതൊക്കെ പിന്നീട് വ്യക്തമായിട്ടുള്ള വസ്തുതകളാണ്. അപ്പോൾ ഭരണകൂട താല്പര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകുന്ന കാര്യം സംശയമൊന്നുമില്ല. ഇന്ത്യയിലും 60-70 കാലഘട്ടത്തിൽ ഇതേപോലെ തന്നെ ഒരു തീവ്ര ശ്രമം ഉണ്ടായിരുന്നു, വളരെ ബോധപൂർവം തന്നെ. പക്ഷേ ആ ശ്രമങ്ങൾ അങ്ങനെ ഫലിച്ചില്ല. അമേരിക്കയിലത് ഫലിച്ചു, ബ്ലാക്ക് പാന്തർ പ്രസ്ഥാനം തകർക്കപ്പെട്ടതോടുകൂടി. പക്ഷേ ഇന്ത്യയിലത് ഫലിച്ചില്ല. കാരണം അതിശക്തമായ രീതിയിലുള്ള മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച പല ഘട്ടങ്ങളിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നെയും ആ ആശയം ശക്തമായിട്ട് നിലനിന്നിരുന്നു. വീണ്ടും വീണ്ടും അത് യുവജനങ്ങളെ ആകർഷിച്ചിരുന്നു. സജീവമായൊരു അന്തരീക്ഷം അത് ഉണ്ടാക്കിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെയും മറ്റൊക്കെയുള്ള ആ സ്വാധീനം ചെറുത്തു നിൽക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് അതിങ്ങനെ വ്യാപിച്ച് വരുന്നുണ്ടെങ്കിൽ അതിന് വ്യാപിക്കാൻ അനുകൂലമായൊരു സാമൂഹിക അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് പ്രശ്നം. ആ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മനസ്സിലാക്കാതെ, അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ യുവജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ ഈ തലമുറ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മുദ്ര കുത്തുന്നത് ഒട്ടും തന്നെ ശരിയായൊരു കാര്യമല്ല. മാത്രമല്ല അതിൽ വലിയൊരു അപകടമുണ്ട്. കാരണം ഇതിത്രയും വ്യാപകമായി നിൽക്കുന്നത് കൊണ്ട് ആരുടെയും കയ്യിൽ ഇതുണ്ടാകാം എന്നുള്ള എനിക്കൊരു അവസ്ഥ സൃഷ്ടിച്ചിട്ട് പോലീസിനും അതുപോലെ തന്നെ മറ്റുള്ള ഭരണകൂട ഉപകരണങ്ങൾക്കും ആരെയും എവിടെയും വെച്ച് തടഞ്ഞു നിർത്തി പരിശോധിക്കാനായിട്ട് അവകാശം സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ദുരുപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അല്പം നമ്മൾ ഈ കൊറോണ കാലത്ത് നമ്മൾ കണ്ടതാണല്ലോ. കൊറോണ കാലത്ത് ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണമെന്ന് വന്നപ്പോൾ ഏത് തരത്തിലേക്ക് തന്നെയാണ് പോലീസ് അതിനെ ഉപയോഗപ്പെടുത്തിയതെന്നും അങ്ങേയറ്റം മോശമായ രീതിയിൽ ജനങ്ങളോട് അങ്ങനെ പെരുമാറി നമ്മൾ ആവർത്തിച്ച് കണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ കൂട്ടി നിൽക്കരുത്. നമ്മൾ അതിനെ ശക്തമായിട്ട് ചെറുക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഇപ്പോൾ ഈ പറയുന്ന കഞ്ചാവും അതുപോലെ തന്നെ മയക്കുമരുന്നൊക്കെ കോളേജ് ഹോസ്റ്റലുകളിൽ നിന്ന് പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഹോസ്റ്റലുകൾ പണ്ട് അതൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല, വളരെ ആസൂത്രിതമായ കച്ചവടമൊക്കെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ത്രാസും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് അളന്ന് തൂക്കി കൊടുക്കുന്ന വലിയൊരു ശൃംഖലയാണ്, ക്രിമിനൽ ശൃംഖലയാണ്. ആ ക്രിമിനൽ ശൃംഖലയിൽ പങ്കാളികളാകുന്ന ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്? ഇവിടുത്തെ പ്രമുഖ വിദ്യാർത്ഥി സംഘടനകൾ, മുഖ്യധാരയിലെ പ്രമുഖ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ, പ്രാദേശിക നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ഈ സംഘടനകൾക്ക് വേണമെങ്കിൽ ഇതിനെ തടയാം. കാരണം തീർച്ചയായിട്ടും ആ സംഘടനകൾ മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇതൊരു നടക്കുന്ന കാര്യങ്ങളൊക്കെ സംഘടനാ നേതൃത്വങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവും. അങ്ങനെ അറിഞ്ഞിട്ട് പോലും അതിൽ ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആ സംഘടനകളുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റം കൊണ്ട് തന്നെയാണ്. ഈ പറയുന്ന ഭരണവർഗ രാഷ്ട്രീയത്തിൻ്റെ, മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെ ജീർണത, അതിൻ്റെ അപജയം, യാതൊരു തരത്തിലുമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോ മൂല്യബോധമോ ഇല്ലാതെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് അത് വന്നിരിക്കുന്ന അധപ്പതനം, അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകളും കാണും. ഇത് റാഗിങ് വിഷയത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും നമ്മൾ കണ്ടിരുന്നതാണ്. ഒരു കാലത്ത് റാഗിങ്ങിനെതിരെയുള്ള സമരങ്ങളിൽ മുൻപന്തിയിൽ നിന്നിരുന്ന സംഘടനകളുടെ പ്രവർത്തകരാണ് ആ റാഗിങ്ങിൽ നിന്ന് മുൻപന്തിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് യഥാർത്ഥ പരിഹാരം ഇത്തരം സംഘടനകളിലൂടെ അല്ല ഉണ്ടാകാൻ പോകുന്നത്. നേരെ മറിച്ച് വീണ്ടും സജീവമായൊരു വിപ്ലവ അന്തരീക്ഷം, ഒരു വിപ്ലവ സജീവത
അത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധത വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ബോധപൂർവമായ ഇടപെടൽ തന്നെയാണ് ഇതിനുള്ള പരിഹാരം എന്ന് നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് ദക്ഷിണാഫ്രിക്കയുടെ കാര്യമാണ് പറയാനുള്ളത്. ദക്ഷിണാഫ്രിക്കയിൽ ഈ വർഷം ജനുവരിയിൽ ഒരു പുതിയൊരു നിയമം അംഗീകരിച്ചിട്ടുണ്ട്. എക്സ്പ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയും, ഏറ്റെടുക്കൽ സംബന്ധിച്ചിട്ടുള്ള നിയമം. ഭൂമിയാകാം, മറ്റുള്ള സ്വത്തുക്കളൊക്കെ ആവാം. അത് വെറുതെ എങ്ങനെ പിടിച്ചെടുക്കുക, നഷ്ടപരിഹാരം നൽകി പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് നിയമം പറയുന്നത്. അപ്പോൾ ഈ നിയമം ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരുടെ വംശഹത്യ ഉദ്ദേശിച്ചിട്ടുള്ള ചെയ്യുന്ന കാര്യമാണ്. നീതിരഹിതമായ രീതിയിൽ, നിയമരഹിതമായ രീതിയിൽ അവരുടെ സ്വത്തുകളൊക്കെ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലെ ട്രംപ് ഭരണം വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിയമം പാസ്സാക്കിയതിൻ്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകിക്കൊണ്ടിരുന്ന പല സാമ്പത്തിക സഹായങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിലും വലിയ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ വേറൊരു ഘടകം ഉണ്ടാകുന്ന ഈ പറയുന്നതിൽ. കാരണം ഇസ്രയേലിനെതിരെ, സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ സാർവദേശീയ ക്രിമിനൽ കോടതിയിൽ കേസ് കൊടുക്കുന്നതിലും അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു വിധി സമ്പാദിക്കുന്നതിലൊക്കെ തന്നെ ദക്ഷിണാഫ്രിക്ക സജീവമായൊരു പങ്കുവഹിച്ചിരുന്നു. അതും ഒരു കാരണമാണ് ട്രംപ് ഭരണത്തിൻ്റെ ഇപ്പോഴത്തെ ഈ സമീപനത്തിന്. പക്ഷേ അതിലുപരി ഈ പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന എക്സ്പ്രോപ്രിയേഷൻ ആക്റ്റാണ്, പിടിച്ചെടുക്കൽ നിയമം. ഇതിൻ്റെ മറവിൽ അവിടെ നിന്ന് വരുന്ന എല്ലാവർക്കും, ഈ പറയുന്ന വെള്ളക്കാരായിട്ടുള്ള എല്ലാവർക്കും അമേരിക്കയിൽ ഉടനെ തന്നെ അഭയാർത്ഥികളായിട്ടുള്ള അവസരം നൽകുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ വെള്ളക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ആ പശ്ചാത്തലത്ത് വരുന്ന ആൾക്കാർക്കല്ല, അതെല്ലാ ദക്ഷിണാഫ്രിക്കക്കാർക്കൊന്നുമല്ല. അതിൽ വംശീയ താല്പര്യം, വർഗീയ താല്പര്യമൊക്കെ തന്നെ വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ വസ്തുത എന്താണ്? വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 നടത്തിയിരിക്കുന്ന ഒരു സർവേ പ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ കൃഷിഭൂമിയിൽ 72%, ആകെ ജനസംഖ്യയിൽ 9% വരുന്ന വെള്ളക്കാരുടെ കയ്യിലാണ്. ഭൂമിയിൽ ഏതാണ്ട് 3/4, കൃഷിഭൂമിയിൽ ഏതാണ്ട് 3/4 10% പോലും വരാത്ത ഒരു ജനവിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇത് 2017 കണക്കാണ്. തീർച്ചയായിട്ടും അതിനുശേഷം ഉള്ള കണക്കുകൾ കഴിഞ്ഞൊരു 8-9 കൊല്ലത്തിനിടയിൽ എന്തൊക്കെ മാറ്റമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് വലിയ കാര്യമായിട്ട് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഈ പുതിയ നിയമമെന്നാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ അന്നത്തെ വെള്ള ഭരണകൂടവുമായിട്ട് ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ അധികാര കൈമാറ്റം നടന്നു കഴിഞ്ഞപ്പോൾ വെള്ളക്കാർക്ക് പകരം ഇവർ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് ഭൂപ്രശ്നത്തിനെ സംബന്ധിച്ചിട്ട് ചില ഇടപെടലുകൾ നടത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ മൗലികമായൊരു ഭൂപരിഷ്കരണത്തിന് അവരൊരിക്കലും ശ്രമിച്ചിട്ടില്ല. മൗലികമായ രീതിയിൽ ഭൂബന്ധങ്ങൾ മാറ്റി തീർക്കാനായിട്ട് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം ആ മൗലികമായിട്ടുള്ള ഭൂബന്ധങ്ങളുടെ മാറ്റം എന്ന് പറയുമ്പോൾ, പണ്ട് അവിടെ വർണ്ണവേറിയൻ ഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഭൂമിയിൽ നിന്ന് നിയമപരമായി തന്നെ അവിടെയുള്ള കറുത്തവർഗ്ഗക്കാരെയും മറ്റവരെയും ഒഴിവാക്കിയത്. നിയമപരമായി തന്നെ ഭൂമി വെള്ളക്കാർക്കായിട്ട് പ്രത്യേകമായിട്ട് റിസർവ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മാത്രമേ അവകാശമുള്ളൂ നിയമപരമായിട്ട് തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു പുതിയൊരു നിയമം വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത്രയും വർഷമായിട്ട്, അതായത് ഏതാണ്ട് ഒരു 30 വർഷത്തോളമായിട്ട് ഇന്നും മൗലികമായൊരു ഭൂപരിഷ്കരണം അവിടെ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള അധികാര കൈമാറ്റമാണ് അവിടെ നടന്നത്? മൗലികമായിട്ടുള്ള ബന്ധങ്ങളെ, രാഷ്ട്രീയത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും സാമൂഹ്യത്തിൻ്റെയും സാംസ്കാരികത്തിൻ്റെയും ബന്ധങ്ങളെ മാറ്റിമറിക്കാതെ അധികാരത്തിലേക്കുള്ളൊരു പങ്കാളിത്തം കിട്ടുന്നത് കൊണ്ട് മാത്രം ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് ദക്ഷിണാഫ്രിക്ക. അതാണ് നമുക്ക് ആ ദക്ഷിണാഫ്രിക്കൻ അനുഭവത്തിൽ നിന്ന് മുഖ്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അധികാരത്തിലെ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ അധികാരം ആരുടെ എന്നുള്ളതാണ് മൗലികമായ പ്രശ്നം. അധികാരം ചൂഷക വർഗ്ഗങ്ങളുടെ ആണെങ്കിൽ അതിൽ പങ്കാളിത്തം കിട്ടിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. ആ പങ്കാളിത്തം അവരെ സേവിക്കാനേ ഉപകരിക്കുള്ളൂ. ഇത്രയും വർഷത്തെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണം അടിസ്ഥാനപരമായിട്ട് സേവിച്ചു കൊണ്ടിരുന്ന ഈ വെള്ളക്കാരായിട്ടുള്ള വർണ്ണവേറിയൻ വിഭാഗങ്ങളെ തന്നെയാണ്. ഇന്നും നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അവരുടെ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം അവർ പറയുന്നത്. അവർ കവർന്നെടുത്തതാണ് ആ ഭൂമി. കവർന്നെടുക്കുകയും നിയമപരമായിട്ട് മറ്റുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തതാണ് ആ ഭൂമി. അപ്പോൾ യാതൊരു അർത്ഥത്തിലും അവർക്ക് ആ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിന് അവകാശമില്ല. ഒരർത്ഥത്തിലും ധാർമ്മികമായ അവകാശമില്ല. അതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോഴും നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പറയുന്നത്. അതുപോലും സമ്മതിക്കില്ല എന്നാണ്
ട്രംപിൻ്റെ ഭരണം പറയുന്നത്. അപ്പോൾ അധികാരത്തിൻ്റെ വിഷയത്തിൽ ആത്യന്തികമായിട്ട് തീർപ്പുണ്ടാക്കണമെങ്കിൽ അത് ഇങ്ങനെയുള്ള ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെയൊന്നുമല്ല, കൃത്യമായിട്ടും നിലനിൽക്കുന്ന അധികാരത്തെ നശിപ്പിച്ചുകൊണ്ട് പുതിയൊന്ന് സ്ഥാപിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ദക്ഷിണാഫ്രിക്കൻ അനുഭവങ്ങൾ വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്.